സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൽപ്പന ഉർവശിക്കുള്ള ഭക്ഷണമൊക്കെ അടുക്കളയിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ഒരു കാഴ്ച രാധിക കാണുവാണ് കേട്ടോ. രാധിക അങ്ങനെ മറഞ്ഞു നിന്ന് കൽപ്പനയെ ഫോളോ ചെയ്യുവാണ്. കൽപ്പന ഭക്ഷണങ്ങളുമായി നേരെ ഔട്ട് ഹൗസിലേക്ക് കയറി ചെല്ലുന്നത് കാണുന്ന രാധിക ഉടനെ തന്നെ മുത്തശ്ശിയുടെ അമ്മയുടെ അടുക്കിലേക്ക് പോയി കാര്യങ്ങളെല്ലാം അവർ പറയുവാണ്. ഈ സമയം കൽപ്പനയാണെങ്കിൽ വന്ന് വാതിൽ മുട്ടുമ്പോൾ ഉർവശി തുറക്കുക. എന്താ കൽപ്പന, എത്ര നേരമായി? എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇതാ അവിടുന്ന് ആരുടെ കണ്ണിപ്പെടാതെ ഭക്ഷണമൊക്കെ എടുക്കണ്ടേ, അതാ കുറച്ച് ലേറ്റ് ആയത്. അങ്ങനെ പറഞ്ഞ് ഭക്ഷണമൊക്കെ ഉർവശി ഏൽപ്പിക്കുവാണ്. പെട്ടെന്ന് കൽപ്പന തിരിയുമ്പോഴായിരിക്കും കേട്ടോ രാധിക അമ്മേനെയും മുത്തശ്ശിനെയും കൂട്ടുവരുന്നത് കൽപ്പന കാണുന്നത്. അത് കാണുന്നതും കൽപ്പന അങ്ങ് പേടിച്ചു പോകുക. എന്നാൽ ചെറിയമ്മേ, ഞാൻ നിൽക്കുന്നില്ല, പോകുവാണേ. കൽപ്പന അവിടെ നിൽക്കും. ഈ സമയം കൽപ്പന വേഗം തന്നെ ജീവനും കൊണ്ട് ഓടുന്നു. അന്നേരം ഉർവശി പറഞ്ഞേ, ഇവളുടെ ഒരു കാര്യം, ഇവൾക്ക് വല്ലാത്ത പേടി തന്നെ. അങ്ങനെ പറഞ്ഞ് വാതിലടച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുവാണ്. ഈ സമയം രാധികക്കൊപ്പം വന്ന പത്മിനി വാതിൽ തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉർവശിനെ ആയിരിക്കും കേട്ടോ. ഇവരെ കാണുമ്പോൾ ഉർവശി ഞെട്ടലോട് കൂടി അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. അന്നേരം പത്മിനി ദേഷ്യത്തിൽ ഉർവശിയുടെ അരികിലേക്ക് ചെല്ലുക. എടി, നിനക്ക് നാണമില്ലേ? നിന്നെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ? എന്നിട്ടും ഏത് ധൈര്യത്തിൻ്റെ പേരിലടി നീ ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നത്? അത് പിന്നെ ഏട്ടത്തി, ഞാൻ വിശന്നപ്പോൾ നീ കൂടുതലൊന്നും പറയണ്ട. നീ എന്താ വിചാരിച്ചത്? ഞങ്ങൾ എല്ലാവരെയും പൊട്ടന്മാരാക്കി ഇത്രയും വലിയ തെറ്റ് ചെയ്താൽ നിന്നെ ഇവിടെ തന്നെ താമസിപ്പിക്കുമെന്നോ? മര്യാദയ്ക്ക് ഇപ്പം ഇറങ്ങിക്കോണം നീ. ഇനി നിന്നെ കാണുമ്പോൾ ഇതിൻ്റെ പരിസരത്തെങ്ങാനും കണ്ടാൽ പരമേശ്വരേട്ടനോടൊന്നും പറയാനായിരിക്കില്ല ഞാൻ ചെയ്യാൻ പോകുന്നത്. നേരെ പോലീസിൽ വിളിക്കും. പോലീസിനെ കൊണ്ട് നിന്നെ പിടിപ്പിക്കും. പിന്നെ നിൻ്റെ ഭർത്താവിൻ്റെ ഒപ്പം നിൻ്റെ ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരയിക്കേണ്ടി വരും. എന്താ, എന്നെക്കൊണ്ടത് ചെയ്യിപ്പിക്കുന്നുണ്ടോ? അന്നേരം ഉർവശിക്ക് ദേഷ്യം വരിക. ഉർവശി പറയണേ, നിങ്ങളായിട്ട് ഇറക്കി വിടണ്ട, ഞാൻ പൊക്കോളാം. നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെയെല്ലാം പെരുമാറുന്നത് ഇവൾ കാരണമല്ലേ? ഇവൾ ഒറ്റപ്പെടുത്തിയ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. നോക്കിക്കോ, അതിന് ഇവളോട് ഞാൻ പകരം വീട്ടിയിരിക്കും. എന്നെ ഉപദ്രവിച്ചതിനൊക്കെ ഇവളോട് ഞാൻ പ്രതികാരം ചെയ്തിരിക്കും. അങ്ങനെ പറഞ്ഞ് ഉർവശി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുക. ഈ സമയം മുത്തശ്ശി പറയണേ, അതെ, നിന്റെ തലതെറിച്ച ആ മോനെയും ഭർത്താവിനെയും കൊണ്ട് എന്തേലും തരത്തിൽ രാധികയെ ദ്രോഹിക്കാമെന്ന് വല്ല വിചാരവും നിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇതിൻ്റെ നാശത്തിന് ഉർവശി. പിന്നെ നിന്നെ ഞങ്ങളെ വെറുതെ വെച്ചേക്കില്ല. ഒരു ദയം പിന്നെ നിന്നോടും നിൻ്റെ ഭർത്താവിനോടും മകനോടും ഞങ്ങൾ കാണിച്ചെന്ന് വരില്ല. അക്കാര്യം നീ ഓർത്തോ? അങ്ങനെ പറഞ്ഞ് ഉർവശി അവിടെ നിന്നും ആട്ടിയിറക്കി വിടുവാണ്. ഈ സമയം രാധിക പറയണേ, ചെറിയമ്മയ്ക്ക് ഇവിടെ ആവശ്യമുള്ള സൗകര്യവും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്തത് ഏട്ടത്തി തന്നെയാണ്. എന്നാലും ഏട്ടത്തിക്ക് എങ്ങനെ ഇതിനുമൊക്കെ മനസ്സ് വന്നത്? നമ്മൾ ഏട്ടത്തി ചെയ്ത തെറ്റെല്ലാം ക്ഷമിച്ച് ഏട്ടത്തിയെ കൂടി നിർത്തിയല്ലേ? എന്നിട്ടും കുടുംബത്തിന് ദോഷമുള്ള കാര്യങ്ങളാണല്ലോ ഏട്ടത്തി വീണ്ടും ചെയ്യുന്നത്. അന്നേരം പത്മിനി പറയണേ, കൽപ്പനയെ കാണട്ടെ, അവളോട് ഇത് ചോദിച്ചിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും നേരെ കൽപ്പനയുടെ റൂമിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം കൽപ്പനയാണെങ്കിൽ റൂമിലാകെ പേടിച്ച് ടെൻഷനിൽ എന്ത് പറയണം എന്നറിയാതിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ കൽപ്പനയുടെ ഡോറിൽ വന്ന് പത്മിനി മുട്ടുന്നത്. അങ്ങനെ കൽപ്പന പേടിച്ച് വാതിൽ തുറക്കുക. അമ്മേ, എന്താ അമ്മ എല്ലാവരും കൂടി? അന്നേരം പത്മിനി പറയണേ, കൽപ്പനെ, ഞങ്ങളിവിടെ നിന്ന് ഇറക്കി വിട്ടതില്ല ഉർവശിയെ. എന്നിട്ടും നീ എന്ത് അവകാശത്തിൻ്റെ പേരിലാണ് അവളെ ഔട്ട് ഹൗസിൽ പിടിച്ച് താമസിപ്പിച്ചത്? അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്തത്? ഞങ്ങൾ ഇറക്കി വിട്ട ആളെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാൻ മാത്രം അത്രയ്ക്ക് ധൈര്യമോ നിനക്ക്? അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ചെറിയമ്മേ, ഞാൻ ഔട്ട് ഹൗസിൽ താമസിപ്പിച്ചെന്നോ? എനിക്കിതൊന്നും അറിയ പോലുമില്ല. അന്നേരം രാധു പറഞ്ഞേ, വെറുതെ കള്ളം പറയില്ലേ ഏട്ടത്തി. ഏട്ടത്തി അടുക്കളയിൽ നിന്ന് ചെറിയ മക്കളുടെ ഭക്ഷണമായിട്ട് പോകുന്നത് ഞാൻ ശരിക്കും കണ്ടതാണ്. രാധികെ, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് പറഞ്ഞ് ചുമ്മാ ഇല്ലാത്ത കാര്യമൊന്നും പറയരുത്. ഞാനൊന്നും ചെയ്തിട്ടില്ലാന്ന്. അല്ല, എല്ലാ കാര്യത്തിനും നീ വീഡിയോ എടുത്ത് വെക്കാറുണ്ടല്ലോ. എന്നെ കൊടുക്കാൻ എല്ലാത്തിനും നീ തെളിവ് കണ്ടെത്തുമല്ലോ. ഇതിൻ്റെ എന്തെങ്കിലും വീഡിയോ നിൻ്റെ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിൽ വീഡിയോ ഒന്നുമില്ല. കണ്ടില്ലേ അമ്മേ, ഇവൾ വെറുതെ ഓരോ കള്ളക്കഥകൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കും. ഇതിനു മുമ്പുണ്ടായതൊക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും അതൊക്കെ വിശ്വസിച്ച് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സഹിച്ചു. ഇനിയും എനിക്ക് വയ്യ. രാധികെ, നിന്നോട് ഞാൻ മുമ്പ് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്നെല്ലാം മാറി ഒരു നല്ല സ്ത്രീയായിട്ട്, നല്ല ഭാര്യയായിട്ട്, എൻ്റെ സൂര്യയുടെ പോലുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒതുങ്ങിക്കൂടി കഴിയുകയാണ്. ഇനിയും നീ വെറുതെ നിൻ്റെ ദേഷ്യം എന്നോട് തീർക്കരുത്. ഇനിയും എന്നോട് ഇതുപോലെ എന്തെങ്കിലും രീതിയിലുള്ള പെരുമാറ്റം നിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാൽ പിന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടാകൂ. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഇവളാണെന്നും പറഞ്ഞ് ഒരു കത്ത് എഴുതി വെച്ച് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. അങ്ങനെ പറഞ്ഞ് കൽപ്പന നിൽക്കുവാണ്. അന്നേരം മുത്തശ്വരനെ, ശരി ശരി, നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കണ്ട. നീ എന്നാണെങ്കിലും റൂമിലേക്ക് കയറി ചെല്ല്. എന്താ നീ നോക്കി നിൽക്കുന്നേ? നിന്നോടാ പറഞ്ഞത് റൂമിലേക്ക് ചെല്ലാൻ. അങ്ങനെ കൽപ്പന എങ്ങനെയോ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി വാതിലടക്കുവാണ്. ഈ സമയം മുത്തശ്വരനെ, രാധിക മോളെ, മോള് വിഷമിക്കുകയൊന്നും വേണ്ട. അന്നേരം രാധിക പറയുന്നുണ്ട്, കണ്ടില്ലേ അമ്മ, മുത്തശ്ശി ഇപ്പോൾ ഏട്ടത്തി എന്നെ കളിയാക്കി രക്ഷപ്പെട്ടു പോയത് കണ്ടില്ലേ? സാരമില്ലെന്നേ, നീ പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.
കൽപ്പന അവൾ ചെയ്ത കുറ്റം മറക്കാനായിട്ട് എല്ലാ കുറ്റവും നിന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുവാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കുകയൊന്നും വേണ്ട. ഈ സമയം പത്മിനിയും പറയണേ, അതേ മോളെ, പിന്നെ ആ കൽപ്പന ഒരിടത്ത് തെറ്റക്കാരിയാ. പറഞ്ഞതുപോലെ അവൾ ഇനി എന്തെങ്കിലും കടുകയോ ചെയ്യുമോ എന്നുള്ളൊരു ഭയവും ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കൂടുതലൊന്നും അവളോട് സംസാരിക്കാതിരുന്നത്. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ റൂമിലിരുന്ന് മാഗസിനിൽ ഷാമയെക്കുറിച്ച് വന്നൊരു വാർത്ത നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഫോണിൽ രാധികയുടെ ഫോട്ടോ എടുത്ത് ഷാമയുടെ ഫോട്ടോയും രാധികയുടെ ഫോട്ടോയിലേക്ക് ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് വരുൺ പറയണേ, എനിക്കിനി ഈ കാര്യത്തിൽ സംശയമില്ല, ഷാമ മേഡത്തിൻ്റെ മകൾ തന്നെയാണ് രാധിക. അങ്ങനെ വരുൺ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും രാധിക റൂമിലേക്ക് വരുന്നത് കാണുന്നത്. അപ്പം തന്നെ വരുൺ പെട്ടെന്ന് മാഗസിനൊക്കെ എടുത്ത് മാറ്റുവാണ്. അന്നേരം രാധിക പറയണേ, വരുൺ, ഇവിടെ നമുക്ക് ആർക്കും അറിയാത്തൊരു ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. അതേത് ഗസ്റ്റാ? വേറെ ആര്? ചെറിയമ്മക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണമൊക്കെ എത്തിച്ചു കൊടുത്തത് കൽപ്പനയെടുത്തിയായിരുന്നു. അത് ശരി, അതുകൊള്ളാലോ. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒപ്പിച്ചിട്ട് അവരൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ തന്നെ വന്ന് താമസിക്കുന്നു. എന്നിട്ട് അവരവിടെ അവരെ അമ്മയും മുത്തശ്ശിയൊക്കെ ചേർന്ന് അടിച്ചിറക്കി വിട്ടു. അതെന്താണെങ്കിലും നന്നായി. കൽപ്പനയെടുത്തിയോട് ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ ചെന്നപ്പോൾ ഒന്നും അറിയാത്ത പോലെ എല്ലാ കുറ്റങ്ങളും എൻ്റെ തലയിൽ കെട്ടിവെച്ചു. പക്ഷേ അമ്മക്കും മുത്തശ്ശിക്കൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അന്നേരം വരുമ്പോഴേ, എന്നാലും ഈ ഏട്ടത്തിക്ക് ഒരു മാറ്റമില്ലല്ലോ. ഇത്രയൊക്കെ ആയിട്ടും അവർ പഠിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴും അവർ ആ ഗൗതമനും അവൻ്റെ അമ്മക്കൊക്കെ സപ്പോർട്ടായി നിൽക്കുമല്ലേ. എൻ്റെ ഏട്ടൻ്റെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അല്ലെങ്കിൽ അവർ ഞാൻ ഇപ്പം തന്നെ ഈ വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞാണ്. പാവം ഏട്ടൻ ഇതൊന്നും അറിയാതെ ആരും ജീവനേക്കാൾ ആരെ സ്നേഹിക്കുവാണ്. അന്നേരം രാധിക വരുണിനെ ആശ്വസിപ്പിക്കുക. സാരമില്ലെന്നേ, എന്താണെങ്കിലും എല്ലാ കള്ളങ്ങളും ഭഗവാൻ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചിരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇതൊന്നോർത്ത് വരുൺ വിഷമിക്കുകയൊന്നും വേണ്ട. ഈ സമയം വരുൺ രാധികയെ പിടിച്ച് അരികിലിരുത്തുവാണ്. എന്നിട്ട് രാധികയുടെ കഴുത്തിലൂടെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയണേ, സത്യം പറയാമല്ലോ, ഞാനിപ്പോൾ ഭയങ്കര പ്രാക്ടിക്കലായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കൂട്ടാണ് എനിക്കാവശ്യം. അങ്ങനെ പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് അവർ രണ്ടുപേരും റൊമാൻറ്റിക്കായിരിക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ പ്രിയങ്ക ഈ കാഴ്ച കാണുന്നത്. അങ്ങനെ അത് കാണുന്നത് പ്രിയങ്കയ്ക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. പ്രിയങ്ക പെട്ടെന്ന് തന്നെ കുട്ടികൾ കാണിക്കുന്ന പോലെ അഭിനയിച്ച് വരുണിൻ്റെയും പ്രിയങ്കൻ്റെ റൂമിലേക്ക് ഓടിക്കയറി വരികയും അവരുടെ രണ്ടാളുടെയും ഇടയിൽ കയറി കിടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സമയം വരുണിൻ്റെ അധികമൊക്കെ അവിടെ നിന്ന് ചാടി എണീക്കുവാണ്. പക്ഷേ എന്തായി കാണിക്കുന്നത്? മര്യാദക്കിറങ്ങി പോടി എന്നൊക്കെ പറഞ്ഞ് വരുൺ പ്രിയങ്കയോട് ദേഷ്യപ്പെടുക. അന്നേരം പ്രിയങ്ക പറയണേ, ഈ ചേട്ടൻ എന്തിനാ ഇങ്ങനെ വെറുതെ ദേഷ്യപ്പെടുന്നത്? കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. നിൻ്റെ കുട്ടികളെയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇവൾക്കല്ല, ഇവളെ ഈ നിലയിലാക്കി ഇവളുടെ മുത്തശ്ശിക്ക് ആദ്യം ഒന്ന് പൊട്ടിക്കേണ്ടത്. വരുൺ വേണ്ട എന്നൊക്കെ പറഞ്ഞ് രാധിക തടയുവാണ്. അന്നേരം പ്രിയങ്ക അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം വരുൺ പറയണേ, എന്തൊരു നാശമാണിത്. മനുഷ്യൻ്റെ സമാധാനം പോയി. ഈ വീട്ടിലിരിക്കാനും തോന്നുന്നില്ല. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാൽ മതിയായിരുന്നു. അന്നേരം രാധിക പറയണേ, ഫിദ മാഡം അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു, കുറച്ച് ദിവസം ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറി മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി നിന്നൂടെ എന്ന്. എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് മാഡം പറയുന്നത്. അന്നേരം പറഞ്ഞേ, അതെന്താണെങ്കിലും നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. നമ്മളിതുവരെ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ട് ഹണിമൂണിനൊന്നും പോയിട്ടില്ലല്ലോ. അതിന് പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ലല്ലോ നമുക്ക്. എന്താണെങ്കിലും ഇനിയിപ്പോൾ മാറ്റി വെക്കണ്ട. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു യാത്ര പോകാം. താനെന്ത് പറയുന്നു? അമ്മക്കും അച്ഛനും മുത്തശ്ശിക്കൊക്കെ ഓക്കെ ആണെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അവരെയൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. അപ്പം നാളെ തന്നെ പോകാൻ റെഡി ആയിക്കോ. അതിനു മുമ്പ് ഇന്ന് നമുക്ക് കുറച്ച് പർച്ചേസൊക്കെ ചെയ്യണം. അതിൻ്റെ ആവശ്യമുണ്ടോ? എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടല്ലോ. അതെ, ട്രിപ്പ് പോയ എക്സ്പീരിയൻസ് അല്ല ഞാൻ പറയുന്നത്, താനെങ്കിൽ കേട്ടാൽ മാത്രം മതി. പിന്നീട് കാണിക്കുന്നത് വരുണിൻ്റെ അധികം ഹണിമൂണിന് പോകുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശിയോട് പറയണേ. അത് കേട്ടിട്ട് മുത്തശ്ശി പറയണേ, അതെന്താണെങ്കിലും നന്നായി. നിങ്ങളോട് നിന്ന് കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാണ്. പിന്നീട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടാവും. രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഹണിമൂണൊക്കെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് വരണം. മുത്തശ്ശി, ഞങ്ങളിപ്പോൾ പർച്ചേസിന് പോകുവാണ്. മുത്തശ്ശിക്ക് എന്തൊക്കെയാണ് വാങ്ങേണ്ടത്? എനിക്കെന്തിനാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്? അല്ല, മുത്തശ്ശി ഞങ്ങളുടെ കൂടെ വരുന്നില്ലേ? അത് കൊള്ളാം. ഇതിപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ടുള്ള കേൾക്കുന്നത് ഭാര്യയും ഭർത്താവും കൂടി ഹണിമൂണിന് പോകുമ്പോൾ മുത്തശ്ശിയെ കൂടെ കൊണ്ടുപോകുന്നത്. അന്നേരം വരൻ പറയണേ, അതിന് ഞങ്ങൾ മുത്തശ്ശിയല്ലല്ലോ, ഫ്രണ്ടല്ലേ. ഫ്രണ്ടിനെ കൂടെ കൂട്ടുന്നതിന് കുഴപ്പമില്ലല്ലോ. അന്നേരം മുത്തശ്ശി പറയണേ, എടാ ആണുങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് നല്ലപോലെ അറിയാം. രാധിക മോളെ കാണിക്കാനായിട്ട് നീ ഇങ്ങനെ എന്നെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അയ്യേ, ഞാൻ രാധികയെ കേൾപ്പിക്കാനായിട്ട് പറയുന്നൊന്നുമല്ല. നീ കൂടുതൽ ഉരുണ്ട് കളിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ രണ്ടാളും കൂടി നിങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ട്രിപ്പ് പോയാൽ മതി. രാധിക മോള് അവളുടെ വീടും അമ്പലമൊക്കെ മാത്രമായിട്ട് ഒതുക്കി നടന്ന പെൺകുട്ടിയല്ലേ. അവളെ കാണിക്കാൻ പറ്റുന്ന അത്രയും കാഴ്ചകൾ നീ കാണിക്കണം. അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന എല്ലാ സന്തോഷങ്ങളും നീ കൊടുക്കുകയും വേണം. അല്ല, നിങ്ങൾ നാളെ എപ്പോഴാണ് പോകുന്നത്? നാളെ രാവിലെ തന്നെ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംസാരമെല്ലാം പ്രിയങ്ക അവിടെ നിന്നും കേൾക്കുന്നുണ്ട്. അത് കേട്ടാൽ കലിപൂണ്ട് നിൽക്കുന്ന പ്രിയങ്കയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. പിന്നീട് പ്രമോയിൽ കാണിക്കുന്നത് മുത്തശ്ശിയെ ഫോൺ വിളിച്ച് രാധികയും വരുണും കൂടി ഹണിമൂണിന് പോകുന്ന കാര്യമെല്ലാം പ്രിയങ്ക വിളിച്ചറിയിക്കുവാണ്.
അത് കേട്ടിട്ട് മുത്തശ്ശിയുമാകെ ദേഷ്യത്തിൽ നിൽക്കുക. അന്നേരം പ്രിയങ്ക പറയണേ, അവർ രണ്ടാളും ഹണിമൂൺ പോകുന്ന കാര്യം അറിഞ്ഞിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും അത് തടയണം മുത്തശ്ശി. ആ സമയം സുകുമാരിയമ്മ പറയണേ, നീ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. നാളത്തെ അവരുടെ പ്ലാൻ നമുക്ക് പൊളിച്ച് കൈ കൊടുക്കാൻ പറ്റും. അവരുടെ യാത്ര നമുക്ക് മുടക്കി കൊടുക്കാം. എങ്ങനെയാ എന്താ ചെയ്യേണ്ടത് മുത്തശ്ശി എന്നും പറഞ്ഞ് ആകാംക്ഷയോടെ മുത്തശ്ശി പറയുന്ന പ്ലാൻ കേൾക്കുവാണ് കേട്ടോ പ്രിയങ്ക. പിന്നീട് കാണിക്കുന്നത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വരുണിൻ്റെ അധികനെയാണ്. ഈ സമയം ഒരു സിഗ്നലിൻ്റെ അവിടെ വെച്ച് ബെഞ്ചമിൻ ഒരു കണ്ണു കാണാത്ത ആളെയും കൊണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നത് അവർ കാണുവാണ് കേട്ടോ. അങ്ങനെ ബെഞ്ചമിനെ കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള ആ ഒരു ഇംപ്രഷൻ വീണ്ടും വീട് കൂടുവാണ്. അങ്ങനെ അവർ ബെഞ്ചമിനോട് സംസാരിക്കുകയും ആളൊരു നല്ല വ്യക്തിയാണെന്ന് അവർ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാത്രി ആരുടെ ശ്രദ്ധയപ്പെടാതെ പതുങ്ങി പതുങ്ങി കടമകൾക്കെത്തി പ്രിയങ്കയ്ക്ക് നാളെ യാത്ര മുടക്കാനുള്ള ഐഡിയ മറ്റുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശീനെയാണ്. അതിനുശേഷം അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സുകുമാരിയമ്മ ആരുടെയോ മുമ്പിൽ ചെന്ന് പെടുന്നുണ്ട് കേട്ടോ. ഒരു കാറ് രാത്രി കടമംഗലത്തേക്ക് വരുന്നതും ആ കാറിന് മുമ്പിൽ ചെന്നുപെടുന്ന സുകുമാരിയമ്മയുമാണ് പ്രമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്